BJP കേരളത്തിൽ അവരുടെ ഒന്നാം നമ്പർ മണ്ഡലമായി കരുതിയിരുന്നത് തിരുവനന്തപുരത്തെയായിരുന്നു. അവിടെയാണ് അവർ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്, ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നത്. BJP പലപ്പോഴും രണ്ടാം സ്ഥാനത്തൊക്കെ എത്തി. ഒരിക്കൽ BJP സ്ഥാനാർത്ഥി കുമ്മനം ജയിച്ചു എന്നൊക്കെ രീതിയിലുള്ള വോട്ടെണ്ണുമ്പോൾ ആ രീതിയിലൊക്കെ കണ്ടതാണ്. അതാണ് ഒന്നാം നമ്പർ മണ്ഡലം. പക്ഷേ ഇപ്പോഴത് മാറി തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ പേര് പോലും സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്നുണ്ട്, വാർത്തകളിൽ വരുന്നുണ്ടെങ്കിൽ പോലും തൃശ്ശൂർ അവർ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്നതാണ്. സുരേഷ് ഗോപിയെ മുൻനിർത്തി തൃശ്ശൂർ പിടിക്കാമെന്നൊരു വിശ്വാസം ഒരുപക്ഷെ BJPക്ക് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു പ്രചരണത്തിന് അവിടം വേദിയാകുന്നത്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തും അവർ ശക്തമായൊരു സ്ഥാനാർത്ഥിയാണ് നോക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ഒരാൾ ആയിരിക്കാം ഇവിടെ മത്സരിക്കുന്നത്. എന്തായാലും BJPക്ക് ഒരു സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് നേടണമെന്ന ഒരു ഉറച്ച വിശ്വാസത്തിലല്ല, അങ്ങനെ ഒരു തീരുമാനത്തിലാണ് അവർ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. അതിനെ എന്ത് വില കൊടുത്തും തടയിടാനുള്ള ശ്രമമാണ് UDFും LDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കേൾക്കുന്നത്, ഇപ്പോഴുള്ള സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്ക്, മുഖ്യമന്ത്രിയുടെ മകൾക്ക്, CPMന് എതിരെയൊക്കെയുള്ള പല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും ആ അന്വേഷണവും എല്ലാം മരവിപ്പിക്കപ്പെടുന്നത് ഇത്തരം ചില മണ്ഡലങ്ങളിൽ BJPയുമായുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്നുകൂടിയാണ്. കരുവന്നൂരിലെ ED അന്വേഷണം അത് ഇപ്പോൾ എങ്ങും എത്തുന്നില്ല. അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള ഒരു കളമൊരുക്കുകയാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വീണാ വിജയനെതിരെ വന്നിരിക്കുന്ന കേന്ദ്ര അന്വേഷണവും അതെങ്ങും എത്താൻ പോകുന്നില്ല, അതും മരവിപ്പിക്കപ്പെടും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് കളമൊരുക്കൽ മാത്രമാണ് ഈ അന്വേഷണ പ്രഖ്യാപനം എന്നൊക്കെയുള്ള വിമർശനമാണ് UDF ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഇന്നലെ അത് കൃത്യമായി പറഞ്ഞു. ഇന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ കുറച്ചുകൂടി കടത്തി പറഞ്ഞിരിക്കുന്നു, തൃശ്ശൂരിൽ CPIയെ CPM കുരുതി കൊടുക്കുമെന്ന്. കാരണം അവിടെ BJPക്കെതിരെ മത്സരിക്കുന്നത് LDFിൽ നിന്നും CPI സ്ഥാനാർത്ഥിയാണ്. അവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്ത് CPIയെ CPM കുരുതി കൊടുക്കുമെന്നാണ് K മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനി ഒരുപക്ഷെ ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുണ്ടാവുകയുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാവും സ്ഥാനാർത്ഥി, എന്തൊക്കെയാവും മത്സരങ്ങൾ, ഇതുവരെ ഒരു MPയെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ കഴിയാത്ത കേരളത്തിൽ നിന്ന് BJPക്ക് ഇക്കുറി MP ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് വളരെ രാഷ്ട്രീയ രംഗത്ത് വളരെ കൗതുകമുള്ള കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് ആരവം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ കൊടിയേറ്റം അവിടെ നടന്നു കഴിഞ്ഞു, പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.